ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എല്ലാ അണിറോസിനും വീട്ടുകാർക്കും വിഷമമായെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് എല്ലാം. പക്ഷേ നടപടിക്രമെല്ലാം പൂർത്തിയായി ഇപ്പോൾ കാണുന്നത് അദ്ദേഹമായിരുന്നു കരുതുന്നവർക്കുള്ള കർശനമായ താക്കീതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് വളരെ വേഗം പ്രവർത്തിച്ചു. ഈ മിന്നൽ കസ്റ്റഡിയിൽ അറസ്റ്റിൽ ഒക്കെ നിർണായകമായത് സ്വന്തം നാക്കും വാക്കും ഉപയോഗിച്ച് എന്തും എങ്ങനെയും ആരെക്കുറിച്ചും പറയാം എന്ന് കരുതുന്നയാളാണ് ഈ ബ്രോ ഛേ. കൃത്യമായ ലക്ഷ്യങ്ങളോടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരു മറയുമില്ലാതെ തത്തറകളേക്കാൾ തറയായി പറഞ്ഞ് സ്വന്തം സ്ഥാപനങ്ങളുടെയും ഒപ്പം തന്റെയും റീച്ച് കൂട്ടാൻ ഇയാളേക്കാൾ മിടുക്ക് വേറെ ആർക്കുമില്ല. അതിന് എന്തെല്ലാം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഇയാൾ ഹണി ഒരുക്കിയ കേസിൽ പെട്ടിരിക്കുകയാണ്. അയാളത് ഈസിയായി തരണം ചെയ്ത് പുറത്തു വരും എന്നുറപ്പാണ്. ഇതിലും വലുതായ എത്രയോ ആരോപണങ്ങളിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. ഇതൊന്നും അതിനു മുന്നിൽ ഒന്നുമല്ല. പണം കൊടുത്ത് ഒതുക്കാൻ കഴിയാത്തതൊന്നും ഇപ്പോൾ ഈ കേസിലുമില്ല. പറഞ്ഞു വരുന്നത് ഇയാളെ കുടുക്കിയ ധീര വനിതയെക്കുറിച്ചാണ്. ഇത്തരം ഒരു പരാതി നൽകാനുള്ള അവരുടെ അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പരാതി കൊടുക്കുക തന്നെ വേണം. ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ അവർ മനോരമയ്ക്കെതിരെയും ഒരു കേസ് കൊടുക്കണം. അതിൽ സംപ്രേഷണം ചെയ്യുന്ന മറിമായം എന്ന ആക്ഷേപഹാസ്യ പരിപാടിയിൽ ഈ നടിയെയും നമ്മുടെ നാട്ടുകാരെയും അവരുടെ മനോഭാവത്തെയും പരോക്ഷമായി വളരെ നന്നായി തുറന്നു കാണിക്കുന്ന ഒരു എപ്പിസോഡും സീനുകളുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതേപോലൊരു മൊബൈൽ ഷോപ്പ് ഇത് ആദ്യമായിട്ടാണ്. അല്ല ചേട്ടാ, നമ്മളെ വീടില്ലേ മെമ്പറിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്നത്. എടാ അതാണ് അപ്പുറത്തെ ട്രെൻഡ്. നിങ്ങൾക്ക് ഇനി മൊബൈൽ വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും നമ്പർ കൊണ്ട് 10 ദിവസം ചെലവില്ല. അല്ല സിനിമ നടിയാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ആളുകളോട്ട് അതിനെന്താ കുഴപ്പമൊന്നും. അതെ, നമ്മക്കൊണ്ടൊരു കുട്ടി എന്ത് പ്രയോജനം. അത് ശരിയാ. നിഷ്കളങ്കമായ ആ ആക്ഷേപഹാസ്യത്തിൽ നമ്മളും ചിരിച്ചു മറിയും. അതിൽ കാണിക്കുന്നത് പോലെ വളരെ കൃത്യമായി തന്നെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുന്ന ആളാണ് പരാതി നൽകിയ നടി എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച. ബ്രോ ഛേയുടെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പുരാണ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് ഇവരെ അഭിസംബോധന ചെയ്തപ്പോൾ അന്ന് ഇവർ പ്രതികരിച്ചിട്ടില്ല. മാല എണീച്ചപ്പോൾ പ്രതികരിച്ചില്ല. പ്രതിഫലമായി കിട്ടിയ തുകയുടെ കണക്ക് നമുക്കറിയുകയുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അപമാനിതയായെന്നും ഇതൊന്നും വെറുതെ വിടാൻ പാടില്ലെന്നും പരാതി കൊടുക്കണമെന്നും ഇവർക്ക് തോന്നിയത്. എന്തായാലും അത് നന്നായി. ആ വൃത്തികെട്ടവൻ കുടുങ്ങിയല്ലോ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചയാളാണ് ഈ ചലച്ചിത്ര നടി. ഇവരെ എന്തിനാണ് ഇത്രയും ആളുകൾ സ്വന്തം സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത് എന്ന് ഇവർക്ക് അറിയാമായിരിക്കുമോ? അറിയായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇവരെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ വനിതാ ഇൻഫ്ലുവൻസർ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ശ്രദ്ധേയമാകുന്നത്. സൈബർ ബുള്ളിങ്ങിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആൺ നോട്ടങ്ങളെയും നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും വളരെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുന്നയാളാണ് പരാതിക്കാരി. ഈ പ്രവർത്തികളൊന്നും അത്ര നിഷ്കളങ്കവുമല്ല. എങ്കിലും അധികാരികൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുള്ള ഒരാളെക്കുറിച്ച് കൃത്യമായി പരാതി നൽകാനും പ്രതികരിക്കാനും തയ്യാറായത് ധീരമായ നടപടി തന്നെയാണ്.